സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവെന്ന് നമ്മളിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പലതരത്തിൽ കഷ്ടതകളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ അവരുടെ അടുക്കലേക്ക് വന്ന് അവരെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പ്രാർത്ഥിക്കുന്ന നമ്മളിലും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കർത്താവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന സമയമാണ്. നമുക്ക് ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഈശോയുടെ മുമ്പിൽ നമുക്കായിരിക്കാം. 2 ദിനവൃത്താന്തം 7:15 ഇപ്രകാരം പറയുന്നു, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ നാമം സദാ ഇവിടെ നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയത്തെ വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം ഇതിൻ്റെ മേൽ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുമെന്ന് നമുക്ക് വിശ്വാസത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ സമയമായിരിക്കാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം പ്രകാരം പറയുന്നു, എൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി എൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുമ്പോഴാണ്, കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ അനുദപിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ സന്നിധിയിൽ എത്തുകയുള്ളൂ, അതിന് ഫലമുണ്ടാകുകയുള്ളൂ. 1 പത്രോസ് 3-ാം അധ്യായം 12-ാം വാക്യം പ്രകാരം പറയുന്നു, കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ കാതുകൾ നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് നേരെയും ചായ്ച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതുവരെയും വാക്കുകൊണ്ടോ വിചാരം കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അനുദപിച്ചുകൊണ്ട് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് നീതീകരിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലേക്കും അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് വിശുദ്ധിക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഓരോരുത്തരെയും കഴിയണമേ കർത്താവേ. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരമാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദാനിയേലേ, നീ ഉചിതമായി തന്നെ പ്രവർത്തിച്ചു. നീ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നീതീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകള് കാർമേഘങ്ങളെ തുളച്ചു കയറി അങ്ങയുടെ സന്നിധി എത്തുവാൻ ഇടവരട്ടെ എന്ന് ഈ സമയം ഞങ്ങൾ കരങ്ങൾ ഉയർത്തി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, ഈ രണ്ടിയോട് ചേർന്ന് നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. സ്വർഗീയനുഗ്രഹ ഭണ്ഡാരത്തിൻ നമ്മുടെ കുറവുകളെല്ലാം സമർപ്പിച്ച് നമുക്ക് പാടാം. തുറക്കണമേ യേശുവേ, സ്വർഗീയനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാതിൽ തുറക്കണമേ. ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് സാമ്പത്തികമായ തകർച്ച. ഒത്തിരി ദൈവജനം, ഒത്തിരി മക്കൾ സാമ്പത്തികമായ വലിയ കടബാധ്യതയിൽ കഴിഞ്ഞ നിരാശയിൽ കഴിയുന്നവരുണ്ട്. പ്രാർത്ഥിക്കാനോ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാനോ തുടർന്ന് ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നേറുവാനുമായിട്ടൊന്നും സാധിക്കാതെ വളരെ നിരാശയിൽ കഴിയുന്ന വ്യക്തികൾ, അവരെയെല്ലാം നമ്മൾ സമർപ്പിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഇപ്രകാരം പറയുന്നു, മകനെ, നമ്മൾ ദരിദ്രരായിരിക്കുന്നത് നിനക്ക് ആശങ്ക വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കഴിയുന്ന ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യം ഇതാണ്: ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക, തിന്മയിൽ നിന്ന്, പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധിയിൽ ജീവിക്കുക, ഒപ്പം തന്നെ ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് പ്രീതികരമായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. വിശ്വാസവും വിശുദ്ധിയും വിശ്വസ്തതയും പുലർത്തുന്ന ഏത് വ്യക്തിയിലേക്കും കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകും. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം വാക്യം: കർത്താവിൽ ശരണം വെച്ച് നീ നിന്റെ ജോലി ചെയ്യുക, ദരിദ്രനെ ധനികനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ ഒരു നിമിഷത്തെ ഇടപെടൽ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ തോബിത്ത് 4:21 ആ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ കടബാധ്യതയിൽ കഴിയുന്ന ഓരോ മക്കൾക്കും സാധിക്കണം. ആ ഒരു അഭിഷേകത്തിനായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. 2 കൊറിന്തോസ് 9:10 ഇപ്രകാരം പറയുന്നു: വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ ആഹാരവും കൊടുക്കുന്നവൻ നിനക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നീതിയുടെ ഫലം സമൃദ്ധമാക്കുകയും ചെയ്യും. ഈ വലിയൊരു അഭിഷേകം, കർത്താവിൻ്റെ ഈ വലിയൊരു ഇടപെടൽ കടബാധ്യതയിൽ കഴിയുന്ന ഓരോ വ്യക്തിയിലേക്കും വ്യാപരിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ കടബാധ്യതയിൽ കഴിയുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടും അവരുടെ എല്ലാ നിരാശകളും ഉത്കണ്ഠകളെല്ലാം വിട്ട് പാപത്തിൻ്റെ അവസ്ഥകളെല്ലാം അതിൽ നിന്നെല്ലാം മാറി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനുള്ള വലിയ അഭിഷേകത്തിനായിട്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 തുടർന്ന് നമ്മളെല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും നമുക്ക് ഈ സമയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്നാണ് സൗഖ്യം ഉള്ളത്, കർത്താവിലാണ് സൗഖ്യമുള്ളത്. സങ്കീർത്തനം 107:20 അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ശതാധിപന്റെ ഭൃത്യനെ വഴിയിൽ വെച്ച് കർത്താവ് സൗഖ്യമാക്കിയത്. കർത്താവ് വചനം അയച്ചു, ആ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലവിധ രോഗങ്ങളാൽ നിരാശയിൽ കഴിയുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഈ സമയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വചനത്തിന്റെ വലിയ സൗഖ്യത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. 1 പത്രോസ് 4:1 ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ വലിയ വചനത്തിന്റെ ആ ബോധ്യം ഓരോ രോഗികളിലേക്ക് കടന്നു വരുവാനും തൻ്റെ രോഗങ്ങളും വേദനകളെല്ലാം എന്നെ ഓരോ നിമിഷവും വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് ഓരോ രോഗികൾ കടന്നു വരുവാനും ഇടവരുന്നതിന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കിടപ്പ് രോഗികളായ എല്ലാവരെയും നമുക്ക് ഈ സമയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സങ്കീർത്തനം 41:3 ഞാൻ അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും, ഞാൻ അവന് രോഗശാന്തി നൽകും. ഈ വചനത്തിൻ്റെ വലിയ സൗഖ്യം കിടപ്പ് രോഗികളായിട്ട് ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന, പ്രത്യേകമായിട്ട് മരണാസന്നരായിട്ട് കഴിയുന്ന ഓരോ രോഗികളിലേക്കും ഈ വചനത്തിൻ്റെ അത്ഭുത സൗഖ്യം വ്യാപരിക്കാൻ ഇടവരുന്നതിന് വേണ്ടി നമുക്ക് ആ ഈരടികളോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? ആഗ്രഹത്തോടെ പാടാം. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? നമുക്ക് തുടർന്ന് ജീവിതത്തിൻ്റെ കടമകൾ, കുടുംബത്തിൻ്റെ കടമകൾ നിറവേറ്റാൻ പറ്റാതെ
വേദനയിൽ കഴിയുന്ന രോഗികളായി കഴിയുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഈ സമയം സമർപ്പിക്കാം. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ ഒരാളുടെ വരുമാനമാകും ഉണ്ടാകുക. ആ വ്യക്തി രോഗികളാണെങ്കിൽ പിന്നെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിച്ചറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള വ്യക്തികളിലേക്കെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ജെറമ്യ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിന്റെ മുറിവുകളെ സുഖപ്പെടുത്തും. ഈ വചനത്തിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ ഇതുപോലുള്ള എല്ലാ രോഗികളിലേക്കും വ്യക്തികളിലേക്കെല്ലാം കടന്നു ചെന്നുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ അനുഭവിക്കാൻ ഇടവരുന്നതിന് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഹാലലുയ 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 ഹാലലുയ. യേശുവേ, ആരാധന 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 ആരാധന. ഹാലലുയ. കർത്താവേ, അങ്ങയുടെ തിരക്തം ഒഴുകണമേ, തിരക്തം ഒഴുകണമേ, സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. ഹാലലുയ 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 ഹാലലുയ. തുടർന്ന് നമ്മൾ ജീവിതത്തിന്റെ ക്രമങ്ങൾ തെറ്റിച്ചുകൊണ്ട് പലവിധ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് രോഗികളായി തീർന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മദ്യപാനം, മയക്കുമരുന്ന്, പലവിധ അശുദ്ധിയിൽ കഴിഞ്ഞുകൊണ്ട് രോഗികളായി തീർന്ന എല്ലാ വ്യക്തികളെയും നമ്മൾ ഈ സമയം സമർപ്പിക്കുന്നു. ആ വ്യക്തികൾക്കെല്ലാം വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 103:3 അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു. ഈ വചനത്തിന്റെ അത്ഭുത അഭിഷേകം എല്ലാ വ്യക്തികളിലേക്കും ഇതുപോലുള്ള എല്ലാ രോഗികളിലേക്കും കടന്നു വരുവാൻ ഇടവരുന്നതിന് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി ആ ഈരടികളെ പാടി പ്രാർത്ഥിക്കാം. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? നൈരാശ്യമേറിയ കാണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? നൈരാശ്യമേറിയ കാണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നീ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനത്തിൻ്റെ അത്ഭുത അഭിഷേകത്താൽ എല്ലാ രോഗികളും ഈ സമയം സൗഖ്യം പ്രാപിക്കാനായിട്ട് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ രോഗികളെയും കർത്താവിൻ്റെ തിരരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാനും ഒപ്പം തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യം അവരിലെല്ലാം അനുഭവിക്കാൻ ഇടവരുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന. കർത്താവേ, എല്ലാ രോഗികൾക്കും ക്രിസ്തുവിന്റെ മരിച്ച ശരീരത്തെ പോലെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവേ, അവിടുത്തെ സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ എല്ലാ രോഗികളിലേക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ തകർച്ചയിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. പ്രഭാഷകന്റെ പുസ്തകം 27-3 ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ അല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവൻ്റെ അല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തിയിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനമാണ് അതിവേഗം നശിക്കുമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളുടെയും കൂട്ടായ്മകൾ നഷ്ടപ്പെടുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ആ കൃപ നഷ്ടപ്പെടും. ആ കൃപ നഷ്ടപ്പെടുന്നതിലൂടെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ ആരംഭം കുറിക്കും. ദുരാത്മാവിൻ്റെ ഈ പ്രവർത്തനം എല്ലാ കുടുംബങ്ങളിൽ നിന്നും മാറി നിത്യപാതാളത്തിൽ ചെന്ന് നിബന്ധിക്കാൻ ഈശോയുടെ വചനത്തിൻ്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. സക്കറിയ 12:10 ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും.
ഈ വചനത്തിൻ്റെ അത്ഭുത അഭിഷേകം ഇപ്പോൾ തന്നെ തകർച്ചയിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു ചെന്ന് ദൈവത്തിൻ്റെ അത്ഭുത അഭിഷേകവും ഇടപെടലും എല്ലാ തകർച്ചകളിൽ നിന്നും മോചനവും എല്ലാ കുടുംബങ്ങൾക്ക് ലഭിക്കാൻ ഇടവരുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹത്തോടെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ വാഗ്ദാനം എല്ലാ കുടുംബങ്ങളിലും സക്കറിയ 12:10 വാഗ്ദാനം എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കാൻ ഇടവരട്ടെ. ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരം ഈ വചനത്തിന്റെ അത്ഭുത അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. കർത്താവേ, അവിടുന്ന് 2 സാമുവേൽ 7:29 പറഞ്ഞിട്ടുള്ളതുപോലെ അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ എപ്പോഴും നിലനിൽക്കേണ്ടതിന് അവിടുന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവിടെ നിന്ന് വരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്ത വാഗ്ദാനത്തെ ഇപ്പോൾ ഓർക്കണമേ. കർത്താവേ, എല്ലാ കുടുംബങ്ങളിലേക്കും അവിടുത്തെ പ്രാർത്ഥനയുടെ ചൈതന്യം കർത്താവേ ഇപ്പോൾ തന്നെ അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. തുടർന്ന് നമ്മൾ കുഞ്ഞുങ്ങളല്ലാതെ വിഷമിച്ച് കഴിയുന്ന എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം സമ്മാനം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 18:5 പറയുന്നു, എൻ്റെ നാമത്തിലെ ശിശുവിനെ സ്വീകരിച്ചവൻ എന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അതിനെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ വ്യക്തികൾ അതിനെ ഇല്ലാതാക്കി കളയുമ്പോൾ ഒത്തിരി അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ മക്കള്, ആ മക്കൾക്കെല്ലാം ഹൃദയത്തിൽ ആ ഈശോയെ, കുഞ്ഞിൻ്റെ രൂപത്തിൽ വരുന്ന ഈശോയെ സ്വീകരിക്കാൻ ഓരോരുത്തർക്കും വലിയൊരു ആഗ്രഹം രൂപപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് കഴിയുന്ന എല്ലാ ദമ്പതികളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത അഭിഷേകം വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 48:4 ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കും, നിന്നിലൂടെ അനേകം ജനതതികളെ ഞാൻ പുറപ്പെടുവിക്കും. ഈ വചനത്തിൻ്റെ അത്ഭുത അഭിഷേകം, ഈ വാഗ്ദാനം കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് കഴിയുന്ന എല്ലാ ദമ്പതികളിലേക്കും വ്യാപരിക്കുവാനും അനേകം മക്കളെ, തലമുറകളെ ഇതുപോലുള്ള വേദനിച്ച് കഴിയുന്ന ദമ്പതികളിലേക്ക് നൽകുവാൻ, കുടുംബങ്ങളിലേക്ക് നൽകുവാൻ കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ദമ്പതികളെല്ലാം സമർപ്പിച്ച്, നമ്മുടെ അറിവിൽപ്പെടാത്ത ഓരോ ദമ്പതികളുണ്ടാകാം, അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ ആരാധന, 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സമർപ്പിച്ച എല്ലാ മേഖലകളെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ സമർപ്പിച്ച എല്ലാ മേഖലകളെയും ഒരു ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനമാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. വചനത്തിലൂടെയാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നതും എല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നതും. വചനത്തിലൂടെയാണ് സൗഖ്യം ലഭിക്കുന്നതും, വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ സാധിക്കുന്നതും, വചനത്തിലൂടെയാണ് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നതും. യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നത് പോലെ എല്ലാം അവനിലൂടെ ഉണ്ടായി, എല്ലാം അവനിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പരിപാലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ വചനത്തിൻ്റെ വലിയ അഭിഷേകം ഈ ദൈവമക്കളിലേക്കെല്ലാം ലഭിക്കാൻ ഇടവരുന്നതിന് വേണ്ടി, നമ്മൾ സമർപ്പിച്ച മേഖലകളിലേക്കെല്ലാം വ്യാപരിക്കാൻ ഇടവരുന്നതിന് വേണ്ടി, വചനത്തിൻ്റെ വലിയ അത്ഭുത പ്രവർത്തനം, അത്ഭുത ഇടപെടൽ ഉണ്ടാകാൻ ഇടവരുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ തൻ്റെ പൗരോഹിത്യാഭിഷേകത്താൽ നമ്മൾ സമർപ്പിച്ച മേഖലകളിലേക്കും ദൈവത്തിൻ്റെ ശക്തി അതിശക്തമായി വ്യാപരിക്കാൻ ഇടവരുന്നതിന് വേണ്ടി നമുക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ട് സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും ഏറെ സ്നേഹിക്കുകയും
അവരോട് കരുണ കാണിക്കുകയും അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹ ഈശോയെ, ഞങ്ങളുടെ ഇടയിൽ രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കഷ്ടതയിൽ അവിടുന്ന് ഞങ്ങളോട് ചേർന്ന് നിൽക്കുമെന്നും ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണെന്നും മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുമെന്നും അവിടുന്ന് തൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ വാഗ്ദാനത്തിൽ അടിയുറച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും അങ്ങയുടെ രക്ഷാകരമായ സൗഖ്യദായകമായ കരസ്പർശത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹീശോയെ, സഹിക്കുകയും രോഗാവസ്ഥയിലായിരിക്കുകയും കഷ്ടത അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളും അങ്ങയുടെ കുരിശിലെ സഹനത്തോട്, പീഡാസഹനങ്ങളോട് ചേർത്ത് തങ്ങളുടെ സഹനങ്ങളെയും കഷ്ടതകളെയും രക്ഷാകരമാക്കി മാറ്റുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹനത്തിലും കഷ്ടതയിലുമായിരിക്കുന്നവർ അങ്ങയുടെ സഹനത്തിലും വേദനയിലും പങ്കുചേർന്നുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാകുന്നു എന്ന ഉറച്ച ബോധ്യവും വിശ്വാസവും എല്ലാ രോഗികൾക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും അങ്ങ് നൽകണമേ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും അങ്ങയുടെ സൗഖ്യദായകമായ കരസ്പർശത്തിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹവും കാരുണ്യവും അവർ സമൃദ്ധമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദവും അനുഗ്രഹവും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.